വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുളിയിഞ്ചിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മുളക പച്ചടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ കടുക്, ഒരു 6-7 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ ഒരു 2 ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നന്നായി വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണിത്. 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 ശർക്കര ഇതുപോലെ പൊടിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എള്ള് ഒന്ന് വറുത്തെടുക്കണം. എള്ള് നന്നായി വറുത്തെടുത്തതിന് ശേഷം കടുക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി കടുക്, എള്ള് എന്നിവ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ചമുളക് റോസ്റ്റ് ആക്കിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പിഴിഞ്ഞെടുത്ത പുളിയുടെ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം അതിലേക്ക് റോസ്റ്റ് ചെയ്ത പച്ചമുളക് കൂടെ ചേർത്ത് മിക്സാക്കണം. പുളിയുടെ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. നല്ലൊരു തിക്കായി കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഏകദേശം തിക്കായി വരുമ്പോൾ നമുക്ക് നേരത്തെ പൊടിയാക്കി വെച്ച ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കാം. ശർക്കര ചേർക്കുന്നതിന് മുമ്പ് 20-25 മിനിറ്റ് വരെ നന്നായി ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ചേർക്കുന്നതോടു കൂടി നമ്മളുടെ മുളക പച്ചടി നന്നായി തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച എള്ള്, കടുക് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇവ ചേർത്തതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുളക പച്ചടി ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ശേഷം ഞാൻ മുളക പച്ചടിയിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.